ലോകത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും അമ്മയുണ്ട്. മനുഷ്യനോ മൃഗമോ പക്ഷിയോ ഇഴജന്തുക്കളോ വെള്ളത്തിൽ ജീവിക്കുന്നതോ വലുതോ ചെറുതോ ആയ ഏതിനും അമ്മയുണ്ട്. ഏത് രൂപത്തിലുള്ള അമ്മയായാലും, അതായത് ആനയമ്മയായാലും പട്ടിയമ്മയായാലും മീനമ്മയായാലും അമ്മയായാലും അമ്മ തന്നെ. ആ അമ്മയെ ദേവിയായി പരാശക്തിയായി കണ്ടു വന്ദിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഈ പ്രപഞ്ചത്തെ പ്രസവിച്ച ആ അമ്മ, അതിനെ പല പേരുകളിലും പല രൂപത്തിലും നമ്മൾ പ്രകീർത്തിക്കാറുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി അവരുടെയൊക്കെ ആപത്തുകളെ അകറ്റി രക്ഷിക്കാനും അർഹതപ്പെട്ടവർക്ക് അതാത് സമയം അതൊക്കെ വീതിച്ചു നൽകാനുമായി നിലകൊള്ളുന്ന കാരുണ്യവതിയായ അമ്മയെ കാളിയെന്നും ലക്ഷ്മിയെന്നും സരസ്വതിയെന്നും ദുർഗയെന്നും ചണ്ഡിക എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ജീവജാലങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അവയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിക്കാനായി ലക്ഷ്മി രൂപത്തിലും ഒക്കെയായിട്ട് ഈ ദേവി പ്രത്യക്ഷത്തിൽ വരുന്നുണ്ട്. അതുപോലെ ഏതാവശ്യങ്ങൾക്കായിട്ടാണോ അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ആ ആവശ്യത്തിന് അനുരൂപമായി അമ്മ എത്തുന്നു. നമ്മൾ എവിടെ ഏത് കുലത്തിൽ ജനിച്ചാലും കുലധർമ്മം അനുസരിച്ച് ജീവിച്ച് നമ്മുടെ ധർമ്മം നിറവേറ്റിയാൽ മാത്രമാണ് നമുക്ക് സൽഗതി ലഭിക്കുന്നത്. അധാർമികൾക്ക് ഒരിക്കലും നല്ലതുണ്ടാകാൻ വഴിയില്ല. നല്ല രീതിയിൽ ജീവിച്ച് ഈ ലോകം വിട്ടു പോകാനും പരാശക്തിയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. അതിന് ദേവിയോട് പ്രാർത്ഥിക്കാവുന്ന മഹത്തായ 2 വരികളുണ്ട്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും വളരെ വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണിത്. കുഞ്ഞുനാളിലേ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടുന്നതാണ്. ഇതിൻ്റെ അർത്ഥവും വ്യക്തമാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാളിയും മഹാകാളിയും ഭദ്രകാളിയുമായ അമ്മേ, അവിടുത്തേക്കായി എൻ്റെ നമസ്കാരം. എൻ്റെ കുലത്തിൻ്റെ ധർമ്മം, പിന്നെ എന്നെയും രക്ഷിക്കണേ രക്ഷിക്കണേ. ഇതാണ് സാമാന്യമായ അർത്ഥം. കുലമെന്നാൽ വംശം, കുടുംബം, സമൂഹം എന്നൊക്കെയാണല്ലോ. അതായത് എൻ്റെ വംശത്തെ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ, ഈ സമൂഹത്തെ മുഴുവനും രക്ഷിക്കണേ. കുലത്തിൻ്റെ ധർമ്മത്തെ രക്ഷിക്കണേ. അതാണ് മഹത്തായ പ്രാർത്ഥന. ഓരോ കുലത്തിനും അതിൻ്റേതായ ധർമ്മമുണ്ട്, പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്. ഒരു കോട്ടവും തട്ടാതെ അത് കാത്തു സൂക്ഷിക്കേണ്ട കടമ ആ കുലത്തിൽ ജനിച്ചവർക്കുണ്ടായിരിക്കണം. ഏത് കുലത്തിൽ ജനിച്ചാലും അതിൽ അഭിമാനം കൊള്ളണം. കുലധർമ്മത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്കിടവരല്ലേ. അതിനായി എന്നെ എപ്പോഴും കാത്തുകൊള്ളണേ. ഇത് ഉള്ളിൽ ഉറച്ചു വളരുന്ന ഒരു കുട്ടി ഒരിക്കലും തൻ്റെ കുലത്തിനും കുടുംബത്തിനും നിരക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്യില്ല. അമ്മ അതിന് അനുവദിക്കുകയുമില്ല. ആണായാലും പെണ്ണായാലും അമ്മയുടെ കൈകളിൽ സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ആ കീർത്തനം, ആ 2 വരി ഒന്ന് പ്രാർത്ഥിക്കാം അമ്മയുടെ മുമ്പിൽ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ.